واستغفر الله إن الله كان غفورا رحيما ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما واستغفر الله അല്ലാഹുവിനോട് പാപമോചനം തേടുക. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. തീർച്ചയായും അല്ലാഹു വളരെയധികം പൊറുക്കുന്നവനും കരുണ കാട്ടുന്നവനുമാകുന്നു. വലാ തുജാദിൽ, താങ്കൾ തർക്കിക്കരുത്. അനില്ലദീന യഖ്താനൂന അൻഫുസഹും, സ്വന്തം ആത്മാവുകളോട് വഞ്ചന കാണിക്കുന്നവരുടെ ഭാഗത്തു നിന്നും താങ്കൾ വാദം നടത്തരുത്. ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹ് ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നില്ല, മൻ കാന ഖവ്വാനൻ അസീമാ, മഹാപാപിയായ വഞ്ചകനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു തആല ഈ ആയത്തിൽ ഒരു മുസ്ലിം നാമധാരിയുടെയും യഹൂദിയുടെയും ഇടയിലുണ്ടായ പ്രശ്നത്തെ പറ്റി വീണ്ടും ഉപദേശം നടത്തുകയാണ്. അല്ലാഹുവിനോട് പാപമോചനം തേടുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെങ്കിലും ഇതുകൊണ്ടുള്ള ഉദ്ദേശം മറ്റുള്ളവരാണ്. ഒരു മുസ്ലിം നാമധാരി വന്ന് ഞാൻ തെറ്റുകാരനല്ല, യഹൂദിയാണ് തെറ്റുകാരൻ എന്ന് ബാഹ്യമായി അദ്ദേഹം വാദിക്കുകയും മറുഭാഗത്ത് യഹൂദിയുടെ വീട്ടിൽ സാധനം ഇരിക്കുകയും ചെയ്യുന്നത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യത്തിൽ ഇദ്ദേഹം ശരിയാണെന്ന ചിന്തയുണ്ടായി. അല്ലാഹു അതിനെക്കുറിച്ച് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി നടത്തിയില്ല, പക്ഷെ പെട്ടെന്ന് വന്ന് പറഞ്ഞു. ഉദാഹരണത്തിന്, നിങ്ങൾ ആരെങ്കിലും കരഞ്ഞുകൊണ്ട് ഓടി എൻ്റെ അടുത്ത് വരികയാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി, എന്നെ അവൻ അടിച്ചു. ബാഹ്യമായി നിങ്ങൾ പറയുന്ന പെട്ടെന്ന് വിശ്വസിക്കും. പിന്നെ നോക്കിയപ്പോഴാണ് മറ്റേയാളെ അടിക്കാൻ പോയപ്പോൾ തലയിൽ കുത്തി വീണ് തലമുട്ടിയതാണ്. അതുകൊണ്ട് ആദ്യ പ്രാവശ്യം ഇങ്ങനെ താങ്കൾക്ക് തോന്നിപ്പോയതിന്റെ പേരിൽ താങ്കൾ പാപമോചനം തേടുക. ഇത് പാപമോചനം തേടേണ്ട കാര്യമല്ല, പക്ഷെ അതുകൊണ്ടുള്ളതായ ഉദ്ദേശം ഉലമാക്കൾ പറയുന്നു. തെറ്റായ നിലയിൽ ഇങ്ങനെ വിധികൾ നടത്തുന്നവർക്ക്, വാദം നടത്തുന്നവർക്ക് അവർ നിർബന്ധമായും പടച്ചവനോട് പാപമോചനം തേടണം, പരിഹാരം നൽകുകയും വേണം. ഉദാഹരണത്തിന്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രശ്നമുണ്ടായി. മോന്റെ സാധനം അന്യായമായി ആ കണ്ണാടി ഞാൻ എടുത്ത് അടുത്താൾക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്താൽ ഒന്നാമതായി ഞാൻ പടച്ചവനോട് പാപമോചനം തേടണം. രണ്ട്, ആ കണ്ണാടി മേടിച്ച് തിരിച്ചു തരണം, അല്ലെങ്കിൽ എന്റെ പൈസക്ക് ഞാൻ തിരിച്ച് കണ്ണാടി മേടിച്ചു തരണം. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. തീർച്ചയായും അല്ലാഹു വളരെയധികം പൊറുക്കുന്നവനും കരുണ കാട്ടുന്നവനുമാകുന്നു. ഈ ആയത്ത് ബാഹ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളതാണ്. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നു, ഇത് ഓതുന്ന സമയത്ത് ബഹുമാനത്തോടെ ശബ്ദം കുറച്ചോതണം. വലാ തകുൽ ലിൽ ഖായിനീന ഖസീമാ വസ്തഗ്ഫിരില്ലാഹ്
ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ ولا تجادل عن الذين يختانون أنفسهم. വീണ്ടും പറയുന്നു, സ്വന്തം ആത്മാവുകളോട് വഞ്ചന കാണിക്കുന്നവർക്ക് വേണ്ടി താങ്കൾ വാദിക്കരുത്. സ്വന്തം കുടുംബത്തിലെ ആളാകട്ടെ, സംഘടനയുടെ ആളാകട്ടെ, മതത്തിലെ ആളാകട്ടെ, പാപം ചെയ്തിരിക്കുകയാണ്, അയാൾക്ക് അനുകൂലമായി വാദിക്കരുത്. ഇസ്ലാം അതേ നിങ്ങളുടെ കുടുംബക്കാരനല്ല, വഞ്ചകനാണ്. ولا تجادل عن الذين يختانون أنفسهم. ഈ ഉപദേശമെല്ലാം ലോകം പാലിച്ചാൽ എത്രമാത്രം സമാധാനമുണ്ടാകും, എത്രയോ പ്രശ്നങ്ങൾ അവസാനിക്കും. ഒരു സ്ഥലത്ത് വലിയ വർഗീയ കലാപം നടന്നു. അതിൽ 2 മുസ്ലിം പയ്യന്മാർ ഒരു ഹിന്ദു സഹോദരിയെ ആക്രമിക്കാൻ വേണ്ടി ഓടുന്നത് കണ്ടു. നമ്മുടെ മഹാനായ ഉസ്താദ് മൗലാന മുഹമ്മദ് മൻസൂർ നുഅ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ മുസ്ലിം പയ്യന്മാരെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, തൊട്ടുപോകരുത്, നിങ്ങൾ തൊട്ടാൽ നിങ്ങൾക്കെതിരെ ഞാൻ കോടതിയിൽ കേസ് കൊടുക്കും, പോലീസിൽ പോയി ഞാൻ പരാതി പറയും. കലാപം അവസാനിച്ചു. 2 പേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ എന്റെ ആണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ അനുമോദിക്കും, എന്റെ ആണെന്ന് പറഞ്ഞ് മറ്റൊരാളെ അനുമോദിക്കും, എന്നിട്ട് വഴക്ക് കൂടും. അതേസമയം ശക്തമായി പിടിച്ചു നിർത്തി, വാപ്പ എന്റെ വാപ്പ തന്നെയാണ്, പക്ഷെ വാപ്പ ഇപ്പം തെറ്റിലാണ്, ഞാൻ വാപ്പയ്ക്ക് അനുകൂലമായി വാദിക്കത്തില്ല. നിങ്ങൾ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്, പക്ഷെ തിന്മയിലാണ്, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി വാദിക്കത്തില്ല, നിങ്ങൾ മുമ്പോട്ട് വരികയില്ല. മോനൊരാളെ കൊല്ലണമെന്ന് ഭയങ്കര വാശി, അർഹതയില്ല കൊല്ലാൻ. പറഞ്ഞു, കൊല്ലാൻ പാടില്ല, തൊടാൻ പാടില്ല, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കത്തില്ല എന്നല്ല, ഞാൻ നിങ്ങൾക്കെതിരായിട്ട് പോയി വാദം പറയും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, എല്ലാ രഹസ്യങ്ങളും രഹസ്യങ്ങളാണ്, പക്ഷെ 3 കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കരുത്. ആരെങ്കിലും അന്യായമായി ആരെങ്കിലും കൊല്ലാൻ പോകുന്നു, ആരെങ്കിലും വ്യഭിചരിക്കാൻ പോകുന്നു, ആരെങ്കിലും വല്ല സാധനങ്ങൾ മോഷ്ടിക്കാൻ പോകുന്നു, രഹസ്യമായിട്ടാണ് നടത്തുന്നതെങ്കിലും നമുക്കറിയാമെങ്കിൽ അതിനെപ്പറ്റി തുറന്നു പറയണം. പിന്നെ ഞാൻ പോയി പറയും കേട്ടോ, മര്യാദയ്ക്ക് ആവേശം തണുത്തുകൊണ്ടു. ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما. വഞ്ചകന്മാരും പാപിയുമായ ആളുകളെ പടച്ചവൻ ഇഷ്ടമല്ല. അവൻ എത്ര വലിയ ബന്ധുവായിക്കൊള്ളട്ടെ, പാപം ചെയ്ത് വഞ്ചന കാണിക്കുന്നവനാണ്, പാപത്തിൽ കഴിയുന്നവനാണ്. എന്നിട്ട് സാധുക്കളെ ദ്രോഹിക്കാൻ നോക്കുന്നു, അവരെ അല്ലാഹുവിന് ഇഷ്ടമല്ല, പടച്ചവൻ അവരെ ശിക്ഷിക്കുന്നതാണ്. എത്ര വലിയ ആയത്താണ്. പഠിക്കണം, നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളണം, ലോകത്തിൽ എത്തിച്ചു കൊടുക്കണം. ഇസ്ലാം നീതിയെ പഠിപ്പിക്കുന്നു, ന്യായത്തെ പഠിപ്പിക്കുന്നു. ولا تجادل عن الذين يختانون أنفسهم. സ്വന്തം ആത്മാവുകളോട് വഞ്ചന ചെയ്യുന്നവർ പാപി, സ്വന്തം ആത്മാവിനെ ദ്രോഹിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ വാദിക്കരുത്, അവർക്ക് വേണ്ടി നിങ്ങൾ തർക്കിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അസീമാ. മഹാവഞ്ചകനും വലിയ പാപിയുമായ ആരെയും പടച്ചവൻ ഇഷ്ടപ്പെടുന്നില്ല. പടച്ചവന് ദേഷ്യമാണ് അവരോട്. അതുകൊണ്ട് എത്ര ഗൗരവമുള്ളതാണ്. വല്ലവരുടെ വിഷയത്തിന് തെറ്റ് വന്നെങ്കിൽ പടച്ചവരോട് മാപ്പ് ചോദിക്കണം, അവരോട് മാപ്പ് ചോദിക്കണം, പരിഹാരം ചെയ്യണം. തെറ്റുകാരായ ആളുകൾക്ക് വേണ്ടി വാദം നടത്താൻ പാടില്ല.
ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما. അള്ളാഹു നമുക്ക് സൂക്ഷ്മത പാലിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാദങ്ങളിൽ പ്രശ്നങ്ങളിൽ വളരെ ശ്രദ്ധ കാണിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.